ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ നോട്ട്സ് ബുക്ക്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസ് ആൻഡ് ടേംസ് എന്ന് പറയുന്ന ടോപ്പിക്കിലുള്ള പ്രോബ്ലംസ് ആണ് ചെയ്തത്. അതിൽ നമുക്ക് 3 പ്രോബ്ലംസും കൂടി ബാക്കിയുണ്ടായിരുന്നു. സോ ഇന്ന് അത് ചെയ്യാം. 5th question, write the first 3 terms of each of the arithmetic sequences described below. First one, first term 30 and the sum of the first 3 terms is 300. Then second one, first term is 30, the sum of the first 4 terms is 300. Third question, first term is 30, the sum of the first 5 terms is 300. And fourth question, first term is 30, the sum of the first 6 terms is 300. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഒരു അരിത്തമെറ്റിക് സീക്വൻസിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ സം എന്ന് പറയുന്നത് സം ഓഫ് 3 ടേംസ് 300 ആണ്, സം ഓഫ് 4 ടേംസ് 300 ആണ്, ആൻഡ് ഫസ്റ്റ് ടേം 30 എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. എന്നിട്ട് ആ തന്നിട്ടുള്ള കണ്ടീഷൻസ് വെച്ചിട്ട് നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് ഫോം ചെയ്യുക. ആ സീക്വൻസിലുള്ള ആദ്യത്തെ 3 ടേംസ് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ 4 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ വരുന്നത്. അപ്പോൾ നമുക്ക് അതിലുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറയുന്നത് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 30 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് ടേം ഇസ് ഈക്വൽ ടു 30 ആൻഡ് ആദ്യത്തെ 3 ടേംസിൻ്റെ സം എന്ന് പറയുന്നത് എത്രയാണ്? 300 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടേം 30 ആണ് ആൻഡ് സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് എന്ന് പറയുന്നത് 300 ആണ്. ഇനി നമുക്ക് ഈ സീക്വൻസിലുള്ള ആദ്യത്തെ 3 ടേംസ് നമ്മൾ കണ്ടുപിടിക്കണം. അതായത് ആദ്യത്തെ 3 പദങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം. ആദ്യത്തെ ടേമും തന്നിട്ടുണ്ട്, ആദ്യത്തെ 3 ടേമിൻ്റെ സമ്മും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് എന്താണ്? 3 ആണ്. ഇതൊരു ഓഡ് നമ്പർ ആണ് അല്ലേ? അപ്പോൾ നമ്മളിങ്ങനെ കാണാം, ഓഡ് നമ്പർ വരുമ്പോൾ നമ്മൾ സമ്മ് കാണുന്ന ഇക്വേഷൻ എന്ത് ചെയ്യുന്നു? നമ്പർ ഓഫ് ടേംസ് ഇൻറ്റു മിഡിൽ ടേം ആണ് അല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ സം എന്ന് പറയുന്നത് എസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടേംസ് നമുക്ക് n എന്ന് കൊടുക്കുക, n ഇൻറ്റു മിഡിൽ ടേം. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനിൽ ഈ ഒരു സീക്വൻസിൽ നമുക്ക് 3 ടേംസാണ് തന്നിട്ടുള്ളത്. അപ്പോൾ മിഡിൽ ടേം സെക്കൻഡ് ടേം അല്ലേ വരിക? ആകെ 3 ടേമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ മിഡ് ടേം എന്ന് പറയുന്നത് x2 ആയിരിക്കും, അതായത് സെക്കൻഡ് ടേം ആയിരിക്കും. ഓക്കെ, ആൻഡ് സം എന്ന് പറയുന്നത് സം ഓഫ് 3 ടേംസ് ആണ്. അതുകൊണ്ടാണ് S3 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, S3 എന്ന് എഴുതുന്നത്. അപ്പോൾ നമുക്ക് സം എന്ന് പറയുന്നത് 300 തന്നിട്ടുണ്ട് ആൻഡ് n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേംസ് അത് 3 ആണ്. ആൻഡ് മിഡിൽ ടേം എന്താ? x2 അല്ലേ? അതായത് x1 x2 x3 ഈ 3 ടേംസിൻ്റെ സമ്മാണ് 300. അപ്പോൾ ഇതിൻ്റെ മിഡിൽ ടേം എന്താ? x2 ആണ്. സോ x2 മിഡ് ടേം. ഓക്കെ, അപ്പോൾ നമുക്ക് x2ൻ്റെ വാല്യൂ എങ്ങനെ കാണാം? 300 ഇസ് ഈക്വൽ ടു 3x2 എന്ന് എഴുതാം. സോ ഇവിടെ ഈ ഒരു ടേമാണ് നമുക്ക് അറിയാത്തത്, x2 ആണ് അറിയാത്തത്. സോ അത് നമുക്ക് LHSൽ എഴുതാം. 3x2 is equal to 300. So x2 is equal to 300 by 3 which is equal to 100. ഓക്കെ, അപ്പോൾ ഈ സീക്വൻസിൽ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് 100 ആണ്. ആൻഡ് ഫസ്റ്റ് ടേം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 30 ആണ്. ഓക്കെ, ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 30 കിട്ടി, സെക്കൻഡ് ടേം എന്ന് പറയുന്നത് 100 കിട്ടി. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കോമൺ ഡിഫറൻസ് d കിട്ടുമല്ലേ? അപ്പോൾ സെക്കൻഡ് ടേം 100, അതിൽ നിന്ന് ഫസ്റ്റ് ടേം ആയിട്ടുള്ള 30 മൈനസ് ചെയ്യുക. സോ 100 മൈനസ് 30, d ഈസ് ഈക്വൽ ടു 100 മൈനസ് 30 വിച്ച് ഈസ് ഈക്വൽ ടു 70. അപ്പോൾ നമുക്ക് തേർഡ് ടേം എങ്ങനെ കണ്ടുപിടിക്കുക? സെക്കൻഡ് ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുക. അപ്പോൾ 100 പ്ലസ് 70 ആണ് ഇവിടെ d കിട്ടിയത് അല്ലേ? ഓക്കെ, അപ്പോൾ 100 പ്ലസ് 70 എന്ന് പറയുമ്പോൾ 170. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് എന്ന് പറയുന്നത് 300 ആയിരുന്നു ആൻഡ് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 30 ആണ്. ആ തന്നിട്ടുള്ള സീക്വൻസിലുള്ള ആദ്യത്തെ 3 ടേംസും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നെക്സ്റ്റ് നോക്കാം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 30 ആണ് തന്നിട്ടുണ്ട് ആൻഡ് S4 അതായത് ഫസ്റ്റ് 4 ടേംസിൻ്റെ സമ്മാണ് 300 തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് നമ്മളിങ്ങനെ കണ്ടുപിടിക്കുക. അവിടെ n എന്ന് പറയുന്നത് 4 ആണ്, ഈവൻ നമ്പറാണ്. സോ സം ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് പെയേഴ്സ് ആണ് വരിക. അപ്പോൾ ഇവിടെ 4 ടേംസ് ആണുള്ളത്. സോ അവിടെ പെയേഴ്സ് എങ്ങനെയാണ് വരിക? 4/2 അല്ലേ? അപ്പോൾ 4/2 എന്ന് പറയുന്നത് 2 പെയേഴ്സ് വരും. 2 ഇൻറ്റു x1 പ്ലസ് x2 അതായത് x1 പ്ലസ് x4. ഇവിടെ 4 ടേംസ് അല്ലേ ഉള്ളത്? x1 x2 x3
ആൻഡ് x4. ഓക്കെ, അപ്പോൾ ഇവിടെ പെയർ ഫോം ചെയ്യുമ്പോൾ എങ്ങനെ വരും? x1ഉം x4ഉം അല്ലേ പെയർ വരാം. സോ x1 പ്ലസ് x4. ഓക്കെ, ഇനി സം എന്ന് പറയുന്നത് 300 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ 300 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു x1 30 ആണ്, ഫസ്റ്റ് ടേം അല്ലേ x1 എന്ന് പറയുന്നത്. അപ്പോൾ 30 തന്നിട്ടുണ്ട് പ്ലസ് x4. ഓക്കെ, അപ്പോൾ ഈ 2നെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. സോ 300/2 ഈസ് ഈക്വൽ ടു 30 പ്ലസ് x4. സോ 150. 300/2 എന്ന് പറയുമ്പോൾ 150 എന്ന് വരും. 150 ഈസ് ഈക്വൽ ടു 30 പ്ലസ് x4. ഇനി x4നെ അവിടെ നിർത്തിയില്ല, അല്ലെങ്കിൽ ഈ ടേം നമുക്കറിയാത്തത്. സോ നമുക്കത് LHSൽ എഴുതുകയാണെങ്കിൽ 30 പ്ലസ് x4 ഈസ് ഈക്വൽ ടു 150 എന്ന് വരും. ആൻഡ് x4നെ അവിടെ നിർത്തിയാൽ 150 പ്ലസ് 30 ഉള്ളത് ഇങ്ങോട്ട് വന്നാൽ -30 ആവും. സോ -30. അപ്പോൾ x4ൻ്റെ വാല്യൂ എന്ത് വന്ന്? which implies x4 is equal to 150 minus 30, അതായത് 120 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് ടേം ഉണ്ട്, ലാസ്റ്റ് ടേം ആയിട്ടുള്ള x4ഉം അറിയാം. ഇനി നമുക്ക് ബാക്കിയുള്ളത് കണ്ടുപിടിക്കാം അല്ലേ. അപ്പോൾ x4 is equal to എങ്ങനെ എഴുതാം നമ്മളൊക്കെ? x1 പ്ലസ് 4 മൈനസ് 1 ഇൻറ്റു d എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഇവിടെ x4 is equal to x1 പ്ലസ് 3d എന്ന് വരും. ഓക്കെ, x4ൻ്റെ വാല്യൂ നമ്മളിപ്പോൾ ഇവിടെ കണ്ടുപിടിച്ചു, 120 ആണ് കിട്ടിയത്. സോ അത് x4ന് കൊടുക്കുക. ദെൻ x1 എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആണ്. ഫസ്റ്റ് ടേം is equal to 30 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, പ്ലസ് 3 ഇൻറ്റു d. ഇനി ഈ 30നെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ 120 മൈനസ് 30 which is equal to 3d. ഇനി ഈ d ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. സോ നമുക്ക് ഈ 3നെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിൽ 90 ഈസ് ഈക്വൽ ടു 3d എന്ന് വരും. ആൻഡ് d ഈസ് ഈക്വൽ ടു എന്താ വരിക? 90/3 വിച്ച് ഈസ് ഈക്വൽ ടു 30. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞു. ആൻഡ് ഫസ്റ്റ് ടേം നമുക്ക് എന്താണ് 30 ആണെന്ന് തന്നിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ ആദ്യത്തെ 3 ടേംസ്, ഈ സീക്വൻസിലുള്ള ആദ്യത്തെ 3 ടേംസ് കാണാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ടേം 30 തന്നിട്ടുണ്ട്. സോ നമുക്ക് ഫസ്റ്റ് ടേം 30 എഴുതാം. ദെൻ സെക്കൻഡ് ടേം എന്താ വരിക? സെക്കൻഡ് ടേം എന്ന് പറയുമ്പോൾ നമുക്ക് d എന്ന് പറയുന്നത് 30 കണ്ടുപിടിച്ചു. സോ 30 പ്ലസ് 30 60 വരും സെക്കൻഡ് ടേം. ദെൻ തേർഡ് ടേം എന്ന് പറയുന്നത് 60 പ്ലസ് 30 90. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത ടേം ആണെങ്കിൽ 90 പ്ലസ് 30 120 വരും. പക്ഷേ നമ്മളോട് ക്വസ്റ്റ്യനിൽ 3 ടേംസേ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. സോ അതായി. ഇനി നമുക്ക് ഇതിൻ്റെ തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 30 ആണ്. ആൻഡ് ഫസ്റ്റ് 5 ടേംസിൻ്റെ സം എന്ന് പറയുന്നത് 300 ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ ആദ്യത്തെ 3 ടേംസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സീക്വൻസിലുള്ള ആദ്യത്തെ 3 ടേംസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇവിടെ നമ്പർ ഓഫ് ടേംസ് ഓഡാണ്. സോ സം എന്താ? സം ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടേംസ് ഇൻറ്റു മിഡിൽ ടേം. ഓക്കെ, മിഡിൽ ടേം ഇവിടെ എന്താ വരിക? ഇവിടെ ആകെ 5 ടേംസാണ് ഉള്ളത്. ഓക്കെ, x1, x2, x3, x4 ആൻഡ് x5. അപ്പോൾ ഇവിടെ മിഡിലത്തെ ടേം എന്ന് പറയുന്നത് x3 ആണ് അല്ലേ. സോ സം ഓഫ് 5 നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ടേംസ് ഇവിടെ 5 എന്ന് വരും. സോ 5 n-ന് 5 കൊടുത്തു. 5 ഇൻറ്റു മിഡിൽ ടേം എന്ന് പറയുന്നത് x3. ഓക്കെ, ആൻഡ് s5ൻ്റെ വാല്യൂ 300 ആണ്. 300 ഈസ് ഈക്വൽ ടു 5x3. ഓക്കെ, അപ്പോൾ ഇത് അറിയാത്ത ടേം ആയതുകൊണ്ട് LHSലേക്ക് മാറ്റി എഴുതാം. 5x3 ഈസ് ഈക്വൽ ടു 300 ആൻഡ് x3 ഈസ് ഈക്വൽ ടു 300 ഡിവൈഡഡ് ബൈ 5 വിച്ച് ഈസ് ഈക്വൽ ടു 60. ഓക്കെ, അപ്പോൾ തേർഡ് ടേം എന്ത് കിട്ടി? 60 ആണെന്ന് കിട്ടി. ആൻഡ് ഫസ്റ്റ് ടേം നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 30 ആണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് x3 ഇസ് ഈക്വൽ ടു x1 പ്ലസ് 3 മൈനസ് 1 ഇൻറ്റു d എന്ന് കൊടുക്കാം. അതായത് ഇവിടെ നമ്മൾ xn ഇസ് ഈക്വൽ ടു x1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു d എന്നുള്ള ഇക്വേഷൻ നമ്മൾ ജനറൽ ഇക്വേഷനാണ് കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ x3 ഇസ് ഈക്വൽ ടു x1 പ്ലസ് 2d എന്ന് വരും അല്ലേ. അപ്പോൾ ഇനി x3ൻ്റെ വാല്യൂ നമ്മൾ 60 എന്ന് കണ്ടെത്തി. ആൻഡ് x1ൻ്റെ വാല്യൂ 30 ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പ്ലസ് 2 ഇൻറ്റു d. ഓക്കെ, 30നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ 60 മൈനസ് 30 എന്ന് വരും വിച്ച് ഈസ് ഈക്വൽ ടു 2d. ഓക്കെ, 60 മൈനസ് 30 ആണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു 2d.
ആൻഡ് അപ്പോൾ ഇവിടെ എന്താ വരിക, ഡീൻ്റെ വാല്യൂ 30/2, അതായത് 15. ഓക്കെ, അപ്പോൾ ഇവിടെ 15 ആണ് കോമൺ ഡിഫറൻസ് വന്നത്. അപ്പോൾ സെക്കൻഡ് ടേമായ 30ൻ്റെ കൂടെ നമ്മൾ ഡിൻ്റെ വാല്യൂ 15 ആണ്, 15 ആഡ് ചെയ്ത് കൊടുക്കുക. 30 + 15 എന്ന് പറയുമ്പോൾ 45. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് 45 ആണ്. സോ നമ്മൾ x1, x2, x3 കണ്ടുപിടിച്ചു. ദെൻ ഇനിയിപ്പോൾ അടുത്ത ടേം കണ്ടുപിടിക്കണമെങ്കിൽ 16ൻ്റെ കൂടെ 15 ആഡ് ചെയ്യുക. സോ 75 വരും. ദെൻ അടുത്തത് 75ൻ്റെ കൂടെ 15 ആഡ് ചെയ്യുക, അതായത് കോമൺ ഡിഫറൻസ്. ഓക്കെ, കോമൺ ഡിഫറൻസിന് വാല്യൂ ആണ് നമ്മൾ 15 കണ്ടുപിടിച്ചത്. സോ 75 + 15 ചെയ്യുക, 90 കിട്ടും. ഓക്കെ, പക്ഷേ നമ്മളോട് ക്വസ്റ്റ്യനിൽ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ആദ്യത്തെ 3 ടേംസ് മാത്രം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമ്മൾ ഈ 3 ടേംസ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യനിൽ 4th സബ് ക്വസ്റ്റ്യനായിട്ട് വരുന്ന ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 30 ആണ്. ആൻഡ് ആദ്യത്തെ 6 ടേംസിൻ്റെ സമ്മ്, അതായത് സം ഓഫ് ഫസ്റ്റ് 6 ടേംസ് എന്ന് പറയുന്നത് 300 ആണ്. ഓക്കെ, ഫസ്റ്റ് ടേം ഇസ് ഗിവൺ ആസ് 30 ആൻഡ് സം ഓഫ് ഫസ്റ്റ് 6 ടേംസ് ഇസ് ഈക്വൽ ടു 300. ഇതാ തന്നിട്ടുള്ളത്. ഇതിലും നേരത്തെ പോലെ തന്നെ ആദ്യത്തെ 3 ടേംസ് നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെയും എന്താണ്, 6 എന്ന് പറയുന്നത് ഈവൻ ആണ്. സോ നമ്മൾ സം ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് പെയേഴ്സ് ഇൻറ്റു x1 + x2 എന്ന് വരും. സോ ഇവിടെ x6 ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് പെയേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് ബൈ 2 ആണ്. അപ്പോൾ 6/2. ഓക്കെ, ഇൻറ്റു x1 + x6, ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും സം ചെയ്തത്. ഓക്കെ, അതല്ലേ ആദ്യത്തെ പെയർ വരാം. അതായത് s6 ഇസ് ഈക്വൽ ടു 6/2, അതായത് നമ്പർ ഓഫ് പെയേഴ്സ് ഇൻറ്റു x1 + x6, അതായത് ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും സം ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് വാല്യൂസ് കൊടുക്കുക. s6 എന്ന് പറയുന്നത് സം ഓഫ് ഫസ്റ്റ് 6 ടേംസ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ 300 തന്നിട്ടുണ്ട്. 300 ഇസ് ഈക്വൽ ടു 6/2, 3 വരും. ദെൻ x1 എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആണ്. ഫസ്റ്റ് ടേമിൻ്റെ വാല്യൂ 30 ആണെന്ന് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ, പ്ലസ് s6. ഓക്കെ, അപ്പോൾ ഈ 3 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതായതുകൊണ്ട് നമുക്ക് ഈ സൈഡിലേക്ക് വരുമ്പോൾ ഡിവിഷൻ ആയിരിക്കും വരിക. സോ 300/3 ഇസ് ഈക്വൽ ടു 30 + x6. ഓക്കെ, സോ 300/3 100 is equal to 30 + x6. ആൻഡ് ഈ 30നെ നമ്മൾ ഈ സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ പ്ലസ് ഉള്ളത് മൈനസ് ആവും. സോ 100 - 30 is equal to x6 ആൻഡ് 70 is equal to s6 എന്ന് വരും. ഓക്കെ, അപ്പോൾ 6th ടേമാണ് 70 കിട്ടിയത്. പക്ഷെ നമുക്ക് കാണേണ്ടത് ആദ്യത്തെ 3 ടേംസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ x6നെ നമുക്ക് എങ്ങനെ എഴുതാം, x1 + 6 - 1 × d, അതായത് 5d എന്ന് എഴുതാം. ഓക്കെ, ആൻഡ് ഇവിടെ x6ന് നമുക്ക് 70 കിട്ടി. 70 is equal to ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 30 ആണ്, തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ തന്നതാണ്, പ്ലസ് 5 × d. ഓക്കെ, അപ്പോൾ ഈ 30നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ 70 - 30 is equal to 5d എന്ന് വരും. ആൻഡ് 70 - 30 എത്രയാണ്, 40. 40 is equal to 5d. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഡീൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, d is equal to 40 / 5 എന്ന് വരും, വിച്ച് is equal to 8. ഓക്കെ, അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് x1, x2, x3 ആണ് അല്ലേ. അതിൽ x1 എന്ന് പറയുന്നത് 30 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യമാണ്. പ്ലസ് എന്ത് ചെയ്യണം, കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം 30ൻ്റെ കൂടെ. അപ്പോൾ സെക്കൻഡ് ടേം കിട്ടും. സോ 30 + 8 38. ദെൻ അടുത്ത ടേം എന്താ വരിക, 38 + 8 46. ഇനിയിപ്പോൾ അടുത്ത ടേം കണ്ടുപിടിക്കണമെങ്കിൽ +8 ചെയ്യാം. സോ 54 വരും. x4 എന്ന് പറയുന്നത് 54 വരും. ദെൻ x5 ഇതിൻ്റെ കൂടെ ഒരു 8 ആഡ് ചെയ്യുക. സോ 62 വരും. ആൻഡ് x6 എന്ന് പറയുന്നത് 62 + 8 വിച്ച് ഇസ് ഈക്വൽ ടു 70. ഓക്കെ, പക്ഷേ ഇവിടെ നമുക്ക് ആദ്യത്തെ 3 ടേംസ് കണ്ടുപിടിച്ചാൽ മതി, അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയും നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, 6th question. The sum of the first 5 terms of an arithmetic sequence is 150 and the sum of the first 10 terms is 550. What is the third term of the sequence? What is the 8th term? What are the first 3 terms of the sequence? ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ആദ്യത്തെ 5 ടേംസിൻ്റെ സം എന്ന് പറയുന്നത് 150 ആണെന്നും ആദ്യത്തെ 10 ടേംസിൻ്റെ സം എന്ന് പറയുന്നത് 550 ആണെന്നും തന്നിട്ടുണ്ട്. ഓക്കെ, അതായത്
ആദ്യത്തെ 5 ടേംസിൻ്റെ സം S5 എന്ന് പറയുന്നത് 150 ആണ്. അതേപോലെ തന്നെ ആദ്യത്തെ 10 ടേംസിൻ്റെ അതായത് S10 എന്ന് പറയുന്നത് 550 ആണെന്നും തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മളടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്തൊക്കെയാണ്? X3 തേർഡ് ടേം എന്താണെന്നുള്ളത് കണ്ടുപിടിക്കണം. X8 അതായത് 8th ടേം എന്താണെന്നുള്ളത് കണ്ടുപിടിക്കണം. ആൻഡ് ഈ സീക്വൻസിൽ ആദ്യത്തെ 3 ടേംസ് അതായത് X1, X2, X3 ഇത് മൂന്നും എന്താണെന്നും കൂടെ കണ്ടുപിടിക്കണം. X1, X2, X3. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം. തന്നിട്ടുള്ളത് 5 ടേംസിൻ്റെ സം എന്ന് പറയുന്നത് 150യും ആദ്യത്തെ 10 ടേംസിൻ്റെ സം എന്ന് പറയുന്നത് 550യുമാണ്. ഓക്കെ, ഇവിടെ ആദ്യത്തെ 5 ടേംസിൻ്റെ സം അതായത് X1 മുതൽ X5 വരെ നമ്മൾ ആഡ് ചെയ്താൽ സം കിട്ടുന്നത് 150 ആണ്. അതേപോലെ ഈ കംപ്ലീറ്റ് നമ്പേഴ്സും അതായത് X1 മുതൽ X10 വരെ ആഡ് ചെയ്താൽ 550 ആണ് സം കിട്ടുന്നത്. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ആദ്യത്തെ 5 ടേംസ് മാത്രം കൺസിഡർ ചെയ്യാം. ഓക്കെ, അതായത് X1 മുതൽ X5 വരെയുള്ള ഈ 5 ടേംസിനെ മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെയുള്ള സമ്മ് നമ്മൾ കാണുന്ന ഇക്വേഷൻ എങ്ങനെയാണ്? സം എന്ന് പറയുന്നത് n ഇൻറ്റു മിഡിൽ ടേം ആണ്. കാരണം എന്താ, n എന്ന് പറയുന്നത് ഇവിടെ ഒരു ഓഡ് നമ്പറാണ്. ആദ്യത്തെ 5 ടേംസ് അല്ലേ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ മിഡിൽ ടേം എന്ന് പറയുന്നത് X3 ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് സം എന്ന് പറയുന്നത് 150 ആണ് തന്നിട്ടുണ്ട്. ആദ്യത്തെ 5 ടേംസിൻ്റെ സം എന്ന് പറയുന്നത് 150 ആണ്. സോ 150 ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടേംസ് എത്രയാണ്? 1, 2, 3, 4, 5 അല്ലേ. ആദ്യത്തെ 5 അല്ലേ കണ്ടുപിടിക്കണം. സോ 5 ഇൻറ്റു മിഡിൽ ടേം എന്ന് പറയുന്നത് X3. ഓക്കെ, X3. അപ്പോൾ ഇവിടെ നമുക്ക് X3നെ കണ്ടുപിടിക്കാം അല്ലേ. എങ്ങനെയാണ്? 5 ഇവിടെ 150 ഈസ് ഈക്വൽ ടു 5x3 എന്ന് കിട്ടി. സോ ഇതിന് നമുക്ക് LHSൽ എഴുതാം. 5x3 ഈസ് ഈക്വൽ ടു 150 ആൻഡ് x3 ഈസ് ഈക്വൽ ടു 150 ബൈ 5 വിച്ച് ഈസ് ഈക്വൽ ടു 30. ഓക്കെ, അപ്പോൾ നമുക്ക് X3 കണ്ടുപിടിച്ചു. ആദ്യത്തെ ക്വസ്റ്റ്യന് X3 എത്രയാണെന്നുള്ളതായിരുന്നു കണ്ടുപിടിക്കാനുള്ളത്. അതായത് തേർഡ് ടേം കണ്ടുപിടിക്കാനായിരുന്നു പറഞ്ഞത്. 30 ആണെന്ന് കിട്ടി. ഇനി ഇതേപോലെ നമുക്ക് 8th ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 8th ടേം കണ്ടുപിടിക്കണമെങ്കിൽ ഇപ്പോൾ നമുക്കിവിടെ ആദ്യത്തെ 10 ടേംസിൻ്റെ അതായത് ഇത്രയും ടേംസിൻ്റെ സം എന്താണ്? 550 ആണെന്ന് തന്നിട്ടുണ്ട്. അതേപോലെ ഈ 5 ടേംസിൻ്റെത് 150 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ബാക്കിയുള്ള 5 ടേംസിൻ്റെ സം എന്തായിരിക്കും? ഈ ടോട്ടൽ 550 എന്ന് തന്ന സമ്മെന്ന് ഈ ആദ്യത്തെ 5 ടേംസിൻ്റെ സമ്മ് അതായത് 150 മൈനസ് ചെയ്താൽ ബാക്കിയുള്ള 5 ടേംസിൻ്റെ സമ്മ് കിട്ടൂലേ. അതായത് 400 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഈ സമ്മ് കിട്ടണമെങ്കിൽ X6 മുതൽ അതായത് 6ാമത്തെ ടേം മുതൽ 10ാമത്തെ ടേം വരെയുള്ള ടേംസിൻ്റെ സമ്മ് കാണണമെന്നുണ്ടെങ്കിൽ ടോട്ടൽ ആദ്യം തന്ന 10 ടേംസിൻ്റെ സം അതായത് S10 മൈനസ് S5 ചെയ്യാം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഈ X6 മുതൽ X10 വരെയുള്ള ടേംസിൻ്റെ സമ്മ് കിട്ടും. അത് 400 ആണെന്ന് വന്നു. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ഈ 5 ടേംസ് മാത്രം കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിലെ മിഡ് ടേം എന്താ? X8 അല്ലേ, അതായത് 8th ടേം അല്ലേ. ഓക്കെ, ഈ 5 ടേംസിനെ മാത്രം കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നതും ഒരു ഓഡ് നമ്പറാണ് വന്നത്. ഓക്കെ, അപ്പോൾ അവിടെ എങ്ങനെയാണ് കാണുക? സം ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് ഓക്കെ n ഇൻറ്റു മിഡിൽ ടേം ആണ്. മിഡിൽ ടേം എന്ന് പറയുന്നത് ഇവിടെ X8 ആണ്. ഈ 5 ടേംസിനെ മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ ഓക്കെ, ഈ 6ാമത്തെ പദം മുതൽ 10ാമത്തെ പദം വരെ മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ മിഡിൽ ടേം എത്രയാണ്? 8ാമത്തെ പദമായിരിക്കും. കാരണം ഇവിടെ ടോട്ടൽ 5 ടേംസ് ആണുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ സെൻറ്ററിൽ വരുന്ന ടേം X8 ആണ്. ഓക്കെ, അപ്പോൾ സം എന്ന് പറയുന്നത് എന്താ? ഈ 5 ടേംസിൻ്റെ സം എന്ന് പറയുന്നത് 400 ആണ് നമ്മൾ കണ്ടുപിടിച്ചു. സോ 400 ഇസ് ഈക്വൽ ടു n എന്ന് പറയുന്നത് 5. 5 ടേം അല്ലേ ഇവിടെ ഉള്ളത്. 5x8 എന്ന് വരും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് 5x8നെ ഇവിടെ എഴുതിയാൽ LHSൽ എഴുതാം വിച്ച് ഈസ് ഈക്വൽ ടു 400 എന്ന് വരും. ആൻഡ് x8 ഇസ് ഈക്വൽ ടു 400 ബൈ 5. അപ്പോൾ x8ൻ്റെ വാല്യൂ എത്ര വന്ന്? 400 ബൈ 5 എന്ന് പറയുമ്പോൾ 80 വരും. ഓക്കെ, അപ്പോൾ 8th ടേം എന്ന് പറയുന്നത് 80 ആണ്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യനും കണ്ടുപിടിച്ചു. ഇനിയിപ്പോൾ ഈ ഒരു തന്നിട്ടുള്ള സീക്വൻസിലുള്ള ആദ്യത്തെ 3 ടേംസ് നമ്മൾ കണ്ടുപിടിക്കണം. അതായത് X1, X2, X3 ഈ 3 ടേംസും കൂടി കണ്ടുപിടിച്ചാൽ മതി.
ഇനി നമ്മൾ ആദ്യത്തെ 3 ടേംസ് കണ്ടുപിടിക്കണം. അതായത് x1 x2 x3 എന്നുള്ളത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇപ്പോൾ നമ്മൾ 3rd ടേമും 8th ടേമും നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ നമുക്കിവിടെ കോമൺ ഡിഫറൻസ് തന്നിട്ടില്ല അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഇവിടെ ഈ 2 ടേംസ് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഈ x3യിൽ നിന്ന് x8ലേക്ക് എത്തണമെങ്കിൽ എത്ര പ്രാവശ്യം നമ്മൾ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം? x3ൻ്റെ കൂടെ ഒരു പ്രാവശ്യം ആഡ് ചെയ്താൽ 4th ടേം കിട്ടും. ഓക്കെ, വീണ്ടും നമ്മൾ ആഡ് ചെയ്താൽ 5th ടേം, അതായത് 2 പ്രാവശ്യം ഡി ആഡ് ചെയ്താൽ 5th ടേം കിട്ടും. ദെൻ 3 പ്രാവശ്യം ആഡ് ചെയ്താൽ 6th ടേം കിട്ടും. 4 പ്രാവശ്യം ആഡ് ചെയ്താൽ 7th ടേം. 5 പ്രാവശ്യം ആഡ് ചെയ്താൽ 8th ടേം അല്ലേ. അതായത് x3ൻ്റെ കൂടെ 1 2 3 4 5 5 പ്രാവശ്യം ഡി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 8th ടേം കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് x8 എന്നുള്ളതിനെ എങ്ങനെ എഴുതാം? x3 + 5d എന്ന് എഴുതാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇക്വേഷൻ 2ൻ്റെ ഇക്വേഷൻ ഫോം ചെയ്തിട്ട് ആ ഇക്വേഷൻ സോൾവ് ചെയ്ത് അങ്ങനെയും ചെയ്യാം. അതായത് x3 എന്ന് പറയുന്നത് x1 + 2d എന്ന് എഴുതാം. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് x1 = ഈ 2dനെ ഈ സൈഡിലേക്ക് കൊണ്ടുവന്നാൽ എന്താ വരിക? x3 - 2d എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് x1ൻ്റെ ടേമിൽ ഒരു x1 = എന്നുള്ള രീതിയിൽ ഒരു ഇക്വേഷൻ ഫോം ചെയ്ത് വെച്ചു. ഓക്കെ, ഇതൊരു ഇക്വേഷൻ ഫോം ചെയ്ത് വെച്ചു. ദെൻ x8 = x1 + 7d ആണ്. എന്നിട്ട് ഈ x1ന് പകരം നമ്മൾ ഇവിടെ x1ന് കിട്ടിയ വാല്യൂ എന്താ? x3 - 2d. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ x8 = x3 - 2d. അതായത് ഈ x1ന് പകരം നമ്മളിവിടെ x1 = x3 - 2d എന്ന് കണ്ടെത്തി. ഓക്കെ, ആ വാല്യൂ ഇവിടെ കൊടുക്കുക, ആ ഒരു ഇക്വേഷൻ ഇവിടെ കൊടുക്കുക. x1ന് പകരം x3 - 2d എന്ന് കൊടുത്തു. ദെൻ പ്ലസ് ഇവിടെ ബാക്കിയുള്ള 7d. അപ്പോൾ x8 = x3 പ്ലസ് ഇവിടെ എന്താ? ഒരു -2d ഉണ്ട്, ഒരു +7d ഉണ്ട്. അപ്പോൾ 7 - 2 5d എന്ന് വരും. ഓക്കെ, ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇക്വേഷൻ ഫോം ചെയ്യാം. ഇതിപ്പോൾ ചെറിയ സീക്വൻസ് ആയതുകൊണ്ട് അധികമല്ല, നമുക്ക് 5 ടേംസ് ആഡ് ചെയ്താൽ അടുത്ത 8ലേക്ക് എത്തും. 3rd ടേമിൻ്റെ കൂടെ 5 പ്രാവശ്യം ആഡ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ 8 - 3 എന്നുള്ള ആ ഡിഫറൻസ് കണ്ടെത്തിയാൽ തന്നെ മതി. അപ്പോൾ 5 പ്രാവശ്യം നമ്മൾ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താലാണ് 8th ടേം കിട്ടുക. അതായത് 3rd ടേമിൻ്റെ കൂടെ 5 പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ 8th ടേം കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് x8 = x3 + 5d എന്നുള്ള ഇക്വേഷൻ കിട്ടും. ആൻഡ് x8ൻ്റെ വാല്യൂ എത്രയാണ്? 80 ആണ്. x3ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 30 ആണ്. ദെൻ ഡീൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ 80 = 30 + 5d എന്ന് വരും. ദെൻ 30നെ ഇങ്ങോട്ട് കൊടുത്താൽ 80 - 30 = 5d. ആൻഡ് 80 - 30 50 ആണ്. 50 = 5d. ഇനി ഈ ടേമിനെ, അതായത് ഡീൻ്റെ ടേം ഒക്കെ അറിയില്ല, അത് LHSൽ എഴുതിയാൽ 5d = 50 എന്ന് വരും. ആൻഡ് d = 50/5, അതായത് 10 എന്ന് കിട്ടി. ഇനി നമുക്ക് 3rd ടേം അറിയാം 30 ആണ്. ആൻഡ് കോമൺ ഡിഫറൻസ് 10 ആണെന്നറിയാം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും കണ്ടെത്താൻ പറ്റും അല്ലേ. അതായത് 3rd ടേമിൽ നിന്ന് ഒരു പ്രാവശ്യം d മൈനസ് ചെയ്യുക, ബാക്കിലേക്കല്ലേ വരുന്നത്. അപ്പോൾ കോമൺ ഡിഫറൻസ് നമ്മൾ ഒരു പ്രാവശ്യം മൈനസ് ചെയ്യുക, അതായത് 30 - 10 എന്ന് ചെയ്യുക. അപ്പോൾ 20 വരും സെക്കൻഡ് ടേം. ആൻഡ് ഫസ്റ്റ് ടേം എന്താ വരിക? സെക്കൻഡ് ടേം 20 വന്നു. ഇനി സെക്കൻഡ് ടേമിൽ നിന്ന് ഒരു പ്രാവശ്യം കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യുക, അപ്പോൾ ഫസ്റ്റ് ടേം കിട്ടും 20 - 10. അതായത് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 10 കിട്ടി. ഓക്കെ, അപ്പോൾ x1 x2 x3 എന്ന് പറയുന്നത് 10 20 30. ഓക്കെ, Question number 7. The angles of a pentagon are in arithmetic sequence. Prove that its small angle is greater than 36. ഈ ക്വസ്റ്റ്യനിൽ നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത് ഒരു പെൻറ്റഗണിൻ്റെ ആംഗിൾസ് എന്ന് പറയുന്നത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ഫോം ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതായത് ഒരു പെൻറ്റഗൺ എത്ര ആംഗിൾസ് ഉണ്ടാവുക? 5 ആംഗിൾസ് ഉണ്ടാവും. അപ്പോൾ ഈ 5 ആംഗിൾസും ഒരു അരിത്തമെറ്റിക് സീക്വൻസിലാണ് ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളടുത്ത് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ആ പെൻറ്റഗണിലെ ഏറ്റവും സ്മോളസ്റ്റ് ആംഗിൾ എന്ന് പറയുന്നത് 36-നേക്കാളും ഗ്രേറ്റർ ആണ് എന്നാണ് നമ്മൾ കാണിക്കേണ്ടത്. അതായത് 36-നേക്കാളും ഗ്രേറ്റർ എന്ന് പറയുമ്പോൾ ആ സ്മോളസ്റ്റ് ആംഗിൾ എന്ന് പറയുന്നത്
ഒരിക്കലും 36ഓ അതിന് താഴേക്കുള്ള വാല്യൂ വരില്ല എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്കിവിടെ ഈ പെൻഡഗണിൻ്റെ സ്മോളസ്റ്റ് ആംഗിൾ എന്ന് പറയുന്നത് എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസിലാണ് ഈ ആംഗിൾസ് ഉള്ളത് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ആദ്യത്തെ ടേം എന്ന് പറയുന്നത് എക്സ് ആണെങ്കിൽ അടുത്തത് എന്തായിരിക്കും? എക്സ് പ്ലസ് ഡി ആയിരിക്കും. അടുത്ത ആംഗിൾ എക്സ് പ്ലസ് 2d ആയിരിക്കും. അടുത്തത് എക്സ് പ്ലസ് 3d ആയിരിക്കും. ആൻഡ് ലാസ്റ്റ് വൺ എക്സ് പ്ലസ് 4d ആയിരിക്കും. 5 ആംഗിൾസ് അല്ലേ ഉണ്ടാവുക ഇവിടെ? 5 ആംഗിൾസിൻ്റെ വാല്യൂസ് നമ്മൾ എക്സ് പ്ലസ് ഡി, എക്സ് പ്ലസ് 2d, എക്സ് പ്ലസ് 3d ആൻഡ് എക്സ് പ്ലസ് 4d ഇങ്ങനെ കൺസിഡർ ചെയ്യാം. ഓക്കെ, അരിത്തമെറ്റിക് സീക്വൻസിലാണ് എന്ന് പറഞ്ഞതുകൊണ്ട്. ഓക്കെ, ആൻഡ് ഓൾസോ വേറൊരു കാര്യമുള്ളത്, നമുക്ക് പെൻഡഗണിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് 540 ആണെന്നറിയാം അല്ലേ? ഈ 5 ആംഗിൾസിൻ്റെയും സം എന്ന് പറയുന്നത് എന്തായിരിക്കും? 540 ആയിരിക്കും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ആഡ് ചെയ്ത് നോക്കാം. ഈ 5 ആംഗിൾസും ആഡ് ചെയ്യുമ്പോൾ എന്താ വരിക? എക്സ് പ്ലസ് ഡി, എക്സ് പ്ലസ് 2d, എക്സ് പ്ലസ് 3d പ്ലസ് എക്സ് പ്ലസ് 4d. ഓക്കെ, ഈ 5 ആംഗിൾസും ആഡ് ചെയ്താൽ 540 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സ് എത്രണ്ണ? 1 2 3 4 5. ഓക്കെ, 5x പ്ലസ് ഡീൻ്റെ വാല്യൂസ് എത്ര വരിക? 1 പ്ലസ് 2 3 പ്ലസ് 3 6 പ്ലസ് 4. അപ്പോൾ 10d ഇസ് ഈക്വൽ ടു 540. അപ്പോൾ ഇതിൽ ഇവിടെ ഒരു 5 കോമൺ ഉണ്ട് അല്ലേ ഈ 2 ടേംസിലും? അപ്പോൾ 5 പുറത്തെടുത്താൽ എക്സ് പ്ലസ് 2d എന്ന് വരും. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു 540. ആൻഡ് എക്സ് പ്ലസ് 2d ഇസ് ഈക്വൽ ടു എന്താ? 540 ബൈ 5. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ഇങ്ങോട്ട് വരുമ്പോൾ ഡിവിഷൻ ആവും. സോ 540 ബൈ 5 എന്ന് പറയുമ്പോൾ 108 എന്ന് വരും. ഓക്കെ, അപ്പോൾ എക്സ് പ്ലസ് 2d എന്ന് പറയുന്നത് 108 ആണെന്ന് കിട്ടി. ഇനിയിപ്പോൾ നമുക്കിവിടെ എക്സിൻ്റെ വാല്യൂ അറിയില്ല, ഡീൻ്റെ വാല്യൂവും അറിയില്ല. പക്ഷെ നമ്മളടുത്ത് എന്താ പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്? ഈ എക്സ് എന്ന് പറയുന്നത് സ്മോളസ്റ്റ് ആംഗിൾ ആണല്ലോ, ഈ പെൻഡഗണിലുള്ള ഏറ്റവും സ്മോളസ്റ്റ് ആംഗിളാണ് എക്സ്. ഈ എക്സ് എന്ന് പറയുന്നത് ഒരിക്കലും 36ഓ അല്ലെങ്കിൽ അതിൻ്റെ താഴെയോ ആവില്ല. അതായത് 36നേക്കാളും ഗ്രേറ്റർ ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. 36നേക്കാളും ഗ്രേറ്റർ എന്ന് പറയുമ്പോൾ അതൊരിക്കലും 36ഉം ആവില്ല, 36ന് താഴെയുള്ള വാല്യൂസും ആവില്ല. സോ നമുക്ക് ജസ്റ്റ് ഈ എക്സ് എന്ന് പറയുന്നത് 36 എന്ന് കൊടുത്തു നോക്കാം, എന്താ വരുന്നത് എന്ന് നോക്കാൻ വേണ്ടിയിട്ട്, ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇഫ് എക്സ് ഇസ് ഈക്വൽ ടു 36 അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ 36 പ്ലസ് ഈ ഇക്വേഷനിൽ കേട്ടോ എക്സ് പ്ലസ് 2d ഇസ് ഈക്വൽ ടു 108 എന്ന് പറയുന്ന ആ ഇക്വേഷനിൽ എക്സിന് നമുക്ക് 36 എന്ന് കൊടുക്കാം. സോ 36 പ്ലസ് 2 ഇൻറ്റു ഡി ഇസ് ഈക്വൽ ടു 108 എന്ന് വരും. അപ്പോൾ 2dൻ്റെ വാല്യൂ എന്ത് വരിക? 108 മൈനസ് 36. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു 72. അതായത് 108 മൈനസ് 36 എന്ന് പറയുമ്പോൾ 72 വരും. സോ ഡി ഇസ് ഈക്വൽ ടു 72 ബൈ 2 വിച്ച് ഇസ് ഈക്വൽ ടു 36. അപ്പോൾ നമ്മൾ എക്സിന് 36 എന്ന് വാല്യൂ കൊടുക്കുകയാണെങ്കിൽ അവിടെ കോമൺ ഡിഫറൻസ് എന്താ വരിക? 36 തന്നെയാണ് കിട്ടുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പെൻഡഗണിലെ ഏറ്റവും ലാർജസ്റ്റ് ആംഗിൾ ഏതാ? എക്സ് പ്ലസ് 4d അല്ലേ? ആ എക്സ് പ്ലസ് 4dൻ്റെ വാല്യൂ എത്രയാണ് വരിക എന്നൊന്ന് ചെക്ക് ചെയ്യുക. ഈ ഒരു കണ്ടീഷനിൽ കേട്ടോ, നമ്മൾ എക്സിന് 36 എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നതും 36 തന്നെയാണ് വന്നത്. സോ അങ്ങനെ വരുന്ന കേസിൽ ലാർജസ്റ്റ് ആംഗിൾ എന്താണെന്നുള്ളതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. അപ്പോൾ എക്സ് പ്ലസ് 4d ഇസ് ഈക്വൽ ടു 36 പ്ലസ് 4 ഇൻറ്റു 36 വിച്ച് ഇസ് ഈക്വൽ ടു 36 പ്ലസ് 144 എന്ന് വരും. ഇത് എത്രയാണ്? 36 പ്ലസ് 144 എന്ന് പറയുമ്പോൾ 180 എന്ന് പറയും. ഓക്കെ, 180 വരെ എപ്പോഴാണ്? 180 എന്ന് പറയുന്നത് ആംഗിൾ വരുമ്പോൾ അവിടെ എന്തായാലും ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ലേ ഫോം ചെയ്യുക? അവിടെ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ അത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അപ്പോൾ ഇതൊരു ക്ലോസ്ഡ് പോളിഗൺ ആവില്ല വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സിന് 36 എന്ന് വാല്യൂ കൊടുക്കുമ്പോൾ ലാർജസ്റ്റ് ആംഗിൾ എന്ന് പറയുന്നത് 180 വരും. 180 വന്നു കഴിഞ്ഞാൽ അതൊരു ക്ലോസ്ഡ് പോളിഗൺ ആവില്ല. ഇനി നമ്മൾ ഈ എക്സിൻ്റെ വാല്യൂ 36നേക്കാളും ചെറിയ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡി എന്ന് പറയുന്ന കോമൺ ഡിഫറൻസിൻ്റെ വാല്യൂ കുറച്ചുകൂടി വലുതാണ് കിട്ടുക. അതായത് ഇപ്പോൾ ഇവിടെ 36 ആണ് വന്നത്, ആ വാല്യൂ ഇനിയും കൂടും, വലിയ വാല്യൂ കിട്ടുക. അപ്പോൾ നമ്മൾ വീണ്ടും ഈ ലാർജസ്റ്റ് ആംഗിൾ
അതായത് ലാർജസ്റ്റ് ആംഗിൾ ആയിട്ടുള്ള 5th ആംഗിൾ കാണുമ്പോൾ അത് കുറച്ചും കൂടി ഗ്രേറ്റർ ആയിരിക്കും, അതായത് 180-നേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു വാല്യൂ വരിക. അപ്പോഴും എന്താ വരിക, ഇതൊരു ക്ലോസ്ഡ് പോളിഗൺ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. അങ്ങനെ വരുമ്പോൾ 180-നേക്കാളും ഗ്രേറ്റർ ഒരിക്കലും ഒരു പോളിഗൻ്റെ ആംഗിൾ വരില്ല. സോ എപ്പോഴും എന്തായിരിക്കും, ഈ എക്സിൻ്റെ വാല്യൂ, അതായത് സ്മോളസ്റ്റ് ആംഗിൾ എന്ന് പറയുന്നത് 36-നേക്കാളും ഗ്രേറ്റർ ആയിരിക്കും. ഓക്കെ, ഈ ഒരു തന്നിട്ടുള്ള പെൻഡകളിൽ, കാരണം എന്താ, ഇതൊരു പെർട്ടിക്കുലർ അരിത്തമെറ്റിക് സീക്വൻസിലാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടെ എന്താണ്, ലെസ് ദാൻ 36 അല്ലെങ്കിൽ 36 ഒരിക്കലും വരില്ല. ഓക്കെ, ഇന്ന് നമ്മൾ പേജ് നമ്പർ 28-ലുള്ള പ്രോബ്ലംസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ കമൻറ്റ് ചെയ്യുക. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. ദെൻ ഞങ്ങളുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. See you in our next video.